നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇറാനിൽ യുദ്ധം നടക്കുന്നതിന് നമുക്കെന്താണ് കുഴപ്പം? വല്ലവരും വല്ലയിടത്തും കിടന്നടിക്കുന്നതിന് നമ്മളെന്തിനാണ് പക്ഷം പിടിക്കുന്നതും ഇടപെടുന്നതും അഭിപ്രായം പറയുന്നതും? നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാമല്ലോ. ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും നമുക്കിടയിലുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിൽ യുദ്ധം തുടർന്നാൽ നമ്മുടെ അടുക്കളകളാവും അടയ്ക്കേണ്ടി വരിക. പലരും പ്രചരിപ്പിക്കുന്നത്ര ഭീകരമല്ലെങ്കിലും LPG സിലിണ്ടർ ക്ഷാമം യാഥാർത്ഥ്യമാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം മുടങ്ങിയത് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വരവിനെയും ബാധിച്ചിട്ടുണ്ട്. നിലവിൽ വാണിജ്യ സിലിണ്ടറുകൾക്കാണ് ക്ഷാമം. ഹോട്ടലുകൾ പലതും അടച്ചു കഴിഞ്ഞു. ഹോട്ടൽ ഉടമകളും തൊഴിലാളികളും മാത്രമല്ല, ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ കൂടിയാണ് വലയുന്നത്. ഇത് പരിഹരിക്കാനായി LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ അവസരം മുതലാക്കി കരിഞ്ചന്തക്കാരും പൂഴ്ത്തിവെപ്പുകാരും രംഗത്ത് വന്നിട്ടുമുണ്ട്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവർ ഒരു വശത്ത്, യുദ്ധം എന്നവസാനിക്കുമെന്ന ആശങ്ക മറുഭാഗത്ത്. ഇനിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടേണ്ടേ? ഇനിയും യുദ്ധം തുടർന്നാൽ നമ്മുടെ അടുക്കളയാവില്ലേ അത് ബാധിക്കുക? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, യുദ്ധം തുടർന്നാൽ അത് ഇനി ബാധിക്കാൻ പോകുക നമ്മുടെ അടുക്കളയാവും. ഇപ്പോൾ ഹോട്ടലുകൾ പലതും വാണിജ്യ സിലിണ്ടറുകൾക്ക് ക്ഷാമം വന്നു. ഒരു ഭാഗത്ത് ഈ അവസരം മുതലാക്കി പൂഴ്ത്തിവെപ്പുകാരും കരിഞ്ചന്തക്കാരും ഒക്കെ ഇറങ്ങിയിട്ടുമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ചിലർ ചോദിക്കുന്നത്, ഇറാനിൽ അവിടെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് നിങ്ങളെന്തിനാണ് പക്ഷം പിടിക്കുന്നത്, അഭിപ്രായം പറയുന്നത്, ചർച്ച ചെയ്യുന്നത് എന്നൊക്കെയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. അത് നമ്മളെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് വിശ്വസിക്കുന്നത്. പക്ഷെ യഥാർത്ഥ കാര്യത്തില് യുദ്ധം നടക്കുമ്പോൾ രോഗമെങ്ങാടും ഇത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം പെട്രോൾ കൊടുക്കുന്നതെല്ലാം ഫോറിൻ കൺട്രികളാണ്, അറബ് രാജ്യങ്ങളാണ്. അവിടുന്ന് നമ്മൾ കളക്റ്റുമ്പോൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ പെട്രോൾ ആയാലും ഗ്യാസ് ആയാലും ഏത് കിട്ടിയിരുന്നാലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. ആ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. പിന്നെ ഈ പുരവെട്ടുമ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ഈ വാഴവെട്ട് പോലെ ഈ പഴഞ്ചൊല്ല കറക്റ്റായ കാര്യമാണ്. കാരണം ഇപ്പം തന്നെ എന്നെ വേണ്ടി തൊട്ടടുത്തൊരു 300 ഗ്യാസ് കുറ്റി ഒരു സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ പാടില്ല, അത് ഇരുന്നോട്ടെ. അത് വേറെ പക്ഷേ രീതി തന്നെയാണ്. ചായക്കടയെല്ലാം കൂട്ടി എല്ലാം ചെയ്തു. കാരണം ചായക്കടയിൽ ലാഭമില്ല, ഇത്രയും വില കൂട്ടിയിട്ടില്ല. കിട്ടാൻ നിവൃത്തിയില്ല, ഒന്നിനും വില കൂട്ടിയിട്ടില്ല. പെട്രോളിനോ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിനോ ഒന്നിനും വില കൂട്ടിയിട്ടില്ല. വീട്ടാവശ്യത്തിന് സാധനങ്ങൾക്ക് ഇപ്പൊ 1 മാസം കഴിഞ്ഞ് ബുക്ക് കിട്ടുള്ളൂ. അതൊരു വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഇപ്പം തന്നെ 40,000 മെട്രിക് ഇപ്പൊ ഗ്യാസ് വന്നിട്ടുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് നമ്മളെ അടുത്ത വഴി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. പക്ഷേ രാജ്യങ്ങളിലുള്ള പെട്രോൾ ഉൽപ്പാദിക്കുന്ന രാജ്യങ്ങളുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ട് അനുഭവിക്കാതെ നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, സ്ഥിരമായി ചിലരൊക്കെ ചോദിക്കുന്നതാണ്, ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് ഇന്ത്യ എന്തിനാണ് അഭിപ്രായം പറയുന്നത്, പക്ഷം പിടിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ആ യുദ്ധം തുടരുമ്പോൾ ഇന്ത്യയിലെ ഹോട്ടൽ മേഖലയിലടക്കം ഇപ്പോൾ ബാധിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പലയിടത്തും ഹോട്ടലുകൾ പൂട്ടേണ്ടി വരുന്ന അവസ്ഥ, ഇന്ത്യയെ സാമ്പത്തികമായിട്ടടക്കം അത് ഞെരുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇനിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാവേണ്ടേ? സാർ നമസ്കാരം. നമസ്കാരം. ലോകത്ത് എത്ര രാജ്യമുണ്ട് സാർ? ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് പറയുന്നവരത് ചില ലക്ഷ്യം വെച്ചിട്ട് പറയുന്നതാണ്. അല്ലാതെ യുദ്ധം ലോകത്തുണ്ടായ എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. യുദ്ധത്തിന് ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താ? മോഡി ആരാ രാജ്യത്ത്? മോഡി അവസാന വാക്കാണോ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ? അങ്ങനെയാണോ? ഇന്ത്യ ഇടപെടണ്ടേ? പല സഹാക്കന്മാരും ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്, ഇന്ത്യ ഇടപെടണ്ടേ? ഇന്ത്യ ഇടപെടുന്നില്ല ഇവരോട് പറഞ്ഞോ? ഇന്ത്യയുടെ വിദേശകാര്യ നയം എന്താണെന്ന് ഇവരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണോ തീരുമാനിക്കുന്നത്? ഇവരെന്തർത്ഥത്തിലായി പറയുന്നത്? ഇപ്പൊ തന്നെ എണ്ണ വന്നു എന്ന് പറയുന്നു. അത് എവിടെ ചർച്ച ചെയ്തിട്ട് എവിടെ സംസാരിച്ചാ വന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ സംസാരിച്ച് വന്നാണോ? രാഹുൽ ഗാന്ധി സംസാരിച്ച് വന്നാണോ? അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഏത് സമയത്ത് ഇടപെടണം, ഏത് രൂപത്തിൽ ഇടപെടണം, ഇന്ത്യൻ ജനതയുടെ ഇംഗിതം കാക്കാൻ ഏതൊക്കെ രൂപത്തിൽ പെരുമാറണം എന്നുള്ളത് ഇന്ത്യ ഇപ്പൊ ഭരിക്കുന്ന കക്ഷിക്ക് സുഖമായിട്ട് അറിയാം. അതിൽ ആരും വിരളി മുടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ യുദ്ധം ലോകത്തിന് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല, എല്ലാവർക്കും പ്രയാസമായി. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു 3-4 സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോഡിയെ ഇടിച്ച് താറടിച്ച് കാണിക്കണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മോഡി ലോകരാജ്യങ്ങളുടെ അവസാന വാക്കാണോ?
ഏതൊക്കെ ശരി, രാജ്യങ്ങളുണ്ട് ശ്രീ ബാലകൃഷ്ണൻ, ലോകരാജ്യങ്ങളുടെ അവസാന വാക്ക് മോദിയൊന്നുമല്ല. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യം എല്ലാ കാലത്തും, ഇന്ത്യ നെഹ്റുവിന്റെ കാലം മുതൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുന്ന അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം, ലോക രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അതിൽ മധ്യസ്ഥം പറയാൻ, അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ, അങ്ങനെയൊക്കെ ഇടപെടാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു ശാക്തിക ചേരിക്ക് അടിപ്പെട്ട് ജീവിച്ച ഒരു രാജ്യമല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ത്യ അങ്ങനെ ഇടപെടണമെന്ന് ആഗ്രഹിക്കും. അതൊരു തെറ്റാണോ? ഇപ്പം അടിമപ്പെട്ടാണോ ഇന്ത്യ രാജ്യം ജീവിക്കുന്നത്? സാറിന്റെ ചാനൽ ഔദ്യോഗികമായി പറയാനാവോ അമേരിക്കക്ക് അടിമപ്പെട്ടാണ് ഇന്ത്യ രാജ്യം പ്രവർത്തിക്കുന്നതെന്ന് പറയാനാവോ? ഞാൻ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞോ? ഇന്ത്യ ഇടപെടേണ്ട, ഇന്ത്യയിൽ തന്നെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ലേ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടണം. ഇടപെടാൻ കഴിയുന്ന രാജ്യങ്ങൾ ലോകത്ത് 3-4 ഉള്ളൂ. അത്തരം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അങ്ങനെ ഇടപെടാനുള്ള ശേഷി തെളിയിച്ചിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇടപെടണമെന്നുള്ള ആവശ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മറ്റു രീതിയിൽ കാണുന്നത്? ഞാൻ എങ്ങനെയും കാണുന്നില്ല. ഓരോ കത്തും വാഴ വെട്ടുന്നതെന്ന് പറഞ്ഞ പോലെ ഈ ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടാവരുത്, ഇന്ത്യക്കാർക്ക് കുഴപ്പം ഉണ്ടാവരുത്, ഇന്ത്യക്കാരെല്ലാം ആശങ്കയിൽ നിൽക്കുന്നു. ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം വരുന്നു, സ്വാഭാവികമായും ആളുകൾ ചർച്ച ചെയ്യില്ലേ? അപ്പോൾ അതെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യരുന്ന് പറയുന്നത് എന്താണ്? പക്ഷെ അതിൽ മോഡി ഇടപെടണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥമുള്ളത്? മോദി ഇടപെടണമെന്നല്ല, ഇന്ത്യ ഇടപെടണമെന്നാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഇടപെടേണ്ട രൂപത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അവിടുത്തെ പ്രതിപക്ഷം വിരളിപ്പെടേണ്ട ആവശ്യമില്ല. ശരി, ഓക്കെ. ശ്രീ ബാലകൃഷ്ണൻ, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷം കൂടി ചേരുന്നതാണ് രാജ്യം. പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യും. ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കിവിടെ ഇഷ്ടം പോലെ ഇന്ധനമൊന്നുമില്ല. അതിനുള്ള പ്രശ്ന പരിഹാരത്തിനും സംസ്ഥാന ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മറുപടി പറയാനാവൂല. ശ്രീ ബാലകൃഷ്ണൻ, ഒന്നുകൂടി മനസ്സിലാക്കാം. നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇന്ധനം തന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതിനെന്ത് ഇറാൻ നമ്മളിപ്പോ എതിർത്തോ? ഇറാൻ നമ്മളോട് എതിർപ്പ് കാണിച്ചോ? അല്ല, ഞാൻ പറഞ്ഞതാണ്, സൂചിപ്പിച്ചാണ്, താങ്കളുടെ രാഷ്ട്രീയം അറിയുന്നതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചാണ്. അമേരിക്കക്കാരല്ല ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തന്നിരുന്നത്. ഇറാൻ മറ്റു രാജ്യത്ത് നിങ്ങൾ എണ്ണ വാങ്ങരുത്, അതിന് നിങ്ങൾ തിട്ടൂരമെന്ന് ഏർപ്പെടുത്തിയ രാജ്യമല്ല ഇറാൻ. അവർ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്ന രാജ്യമാണ്. ഇന്ത്യ പ്രവർത്തിക്കുന്നത് അംഗീകരിച്ച് കിട്ടിയാൽ സാറിന് സമ്മതിക്കല്ലോ സംസാരിക്കാൻ? എന്താണ് ഇതല്ലേ സാറിന് ആവശ്യം? എന്താ സാറിന് ഇപ്പൊ കേൾക്കേണ്ടത്? അമേരിക്കയുടെ അംഗീകാരത്തിനനുസരിച്ചാണ് ഇന്ത്യ രാജ്യം പ്രവർത്തിക്കുന്നത്. എന്നങ്ങനെ ഞാനങ്ങനെ സമ്മതിച്ചു തന്നാൽ സാർ എന്നെ സംസാരിക്കാൻ ഞാൻ സമ്മതിക്കും? പറഞ്ഞില്ലല്ലോ ബാലകൃഷ്ണൻ അഭിപ്രായം ഞാനാണ് പിന്നെ എന്താ പറഞ്ഞത്. സാർ പറയുന്നത്? ഇന്ത്യ രാജ്യത്തിലെ ഒരു ഭാഗത്തുണ്ടാകുന്ന വീഴ്ച സാർ ചൂണ്ടിക്കാണിക്ക്. പിന്നെ ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, യുദ്ധം വല്ല രാജ്യത്തും യുദ്ധം നടക്കുന്നതിന് നമ്മളെന്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെ ചോദിച്ച മനുഷ്യരാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹോട്ടലുകളെ അടക്കം ബാധിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഗാർഹിക ഉപഭോക്താക്കളെ ആ തരത്തിലേക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പരമാവധി അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം സർക്കാരുകളൊക്കെ നടത്തുന്നുമൊക്കെയുണ്ട്. പക്ഷേ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ ഈ അവസ്ഥ എല്ലാ കാലത്തും തുടരണമെന്നില്ല. ആ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടേ? താങ്കൾ പറഞ്ഞ ഷുവർലി ഓഫ്കോഴ്സ് സർട്ടൻലി ഇൻഡീഡ് താങ്കൾ പറഞ്ഞ 100 on 100 എന്താ പറഞ്ഞാൽ മനസ്സിലാകണ്ടേ? താങ്കൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ പാർട്ടി മാത്രം ഒരു പാർട്ടി നോക്കുക, പാർട്ടിയെല്ലാം നോക്കാൻ ഒരു ഇന്ത്യന്റെ ഭരണകർത്താവിന് ഉത്തരവാദിത്വം ഇല്ലേ? ഒരു പ്രസിഡന്റിന് സ്ഥാനം, അത് രാഹുൽ ഗാന്ധി ആരായാലും ഏത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ അവർ വരൂല്ലെങ്കിലും ഏത് പാർട്ടി ആയാലും താങ്കൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തിരിയുന്നില്ല. എന്തെന്ന് പറഞ്ഞാല് പിന്നെ എടുത്ത് ട്രസ്പാസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാല് ഈ യുദ്ധം എന്ന് പറഞ്ഞാല് യുദ്ധത്തിന് ഈ ഇന്ത്യ രാജ്യം ഭീമമായിട്ടുള്ള നല്ല വിസ്തൃതമായ രാജ്യവും എല്ലാ രാജ്യവും അംഗീകരിച്ച സാറ് പറഞ്ഞോൾ 4 രാജ്യത്തിന് അതിന് പറയേണ്ട ഇതുള്ളൂ. എന്നിട്ട് ആ ഇന്ത്യ രാജ്യം അതിന് പറയണ്ടേ? ഇപ്പൊ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, ഗ്യാസ് ഇല്ല, ഇനി സാധനത്തിന് വില, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി എല്ലാം. ഒരു പായസം ഉണ്ടാക്കുക ഒരു പ്രാണി പോലെ. പിന്നെ ലോകരാഷ്ട്രം, പിന്നെ ഐക്യരാഷ്ട്ര സഭയും ഈ ലോക സുപ്രീം കോടതി നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു. പേടി കൊടുക്കണ്ടേ? എന്തെന്നായത് ഇനിയിപ്പോ ഇതിപ്പം എല്ലാം എല്ലാം കൊണ്ടും ഉയർന്നു വരുന്നതല്ലേ? ഇനിയൊരു യുദ്ധം വേണ. 1945 പിന്നെ അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷം ഇപ്പൊ അതിന്റെ അലിയോജി കാണുന്നില്ലേ? അത് മനസ്സിലാക്കേണ്ട കഴിവില്ലാതെ ഇത് പാർട്ടി മാത്രം, പാർട്ടിയിലെ ഞാൻ വ്യക്തിക്കാ പ്രാധാന്യം കൊടുക്കണ്ട്. പാർട്ടിയിൽ എല്ലാവരും നല്ലോണം പെടുക്കുന്നുണ്ട് സാറ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഒരു ഭാഗത്ത് ഗാർഹിക ഉപഭോക്താക്കളുടെ ഇന്ധന സിലിണ്ടറുകൾക്ക് കാര്യമായ ക്ഷാമം വന്നിട്ടില്ല, ചില നിയന്ത്രണങ്ങൾ പക്ഷേ അപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഹോട്ടലുകൾ പലതും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഹോട്ടലുകൾ അടച്ചുപൂട്ടിയാൽ പലപ്പോഴും ഹോട്ടലുകളെ ആശ്രയിച്ച് ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ട്. ഈ വരും ദിവസങ്ങളിൽ എന്താവും എന്നുള്ള അറിയില്ല. അങ്ങനെ വലിയ ആശങ്കയിലാണ് നമ്മൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത്
പഴയതുപോലല്ല, ഗ്യാസ് കുറ്റിയുടെ മറ്റേ ഉപയോഗം കൂടിയില്ലേ, എല്ലാ വീട്ടിലും ആയില്ലേ. എന്താ സംഭവം, ഇപ്പൊ ഗാർഹിക ആവശ്യമുള്ള കുറ്റിക്ക് കുറവൊന്നുമില്ല. അത് ഈ സോഷ്യൽ മീഡിയയുടെ പറഞ്ഞ് ഉണ്ടാക്കണല്ലേ. എന്താ സംഭവം വെച്ചാൽ ഇവിടെയുള്ള വീടുകളിൽ കൂടി ആൾക്കാരൊന്ന് കുറ്റി എടുത്തിട്ട് പോകും, എന്നിട്ട് ഒരു 500 രൂപ കൂടുതലും കൊടുക്കും. കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോറിക്ഷക്കാർ കൊണ്ട് ഈ തട്ടുകടയൊക്കെ കൊണ്ട് കൊടുക്കുക. അതാണ് ഈ ആളുകൾ ഭ്രാന്ത് പിടിച്ച് ഓടി കിടന്ന് ആ ഏജൻസി ചെന്ന് ഗ്യാസ് കുറ്റി, അല്ലാണ്ട് വേറെ വീടുകളിൽ ഗ്യാസ് ഉണ്ടെന്നേ ചുമ്മാ കണ്ട് പ്രശ്നം ഉണ്ടാക്കണല്ലേ. ഈ കുറ്റി മേടിച്ചോണ്ട് പോവാ, 500 രൂപ കൂടുതൽ കൊടുക്കും. അങ്ങനെ സംഭവം ഉണ്ടോ? മാസം 2 എടുക്കുമല്ലേ. അപ്പൊ ആളുകൾ വന്ന് എടുത്തോണ്ട് അപ്പൊ 1000 രൂപ കിട്ടും. ഈ അവസരം മുതലാക്കി ഇങ്ങനെ കച്ചവടം നടത്തുന്ന പല ആളുകളുമുണ്ട്. അത് ശരിയല്ല ഇഷ്ടം പോലെ ആവർത്തിച്ച് പലപ്പോഴും ആളുകൾ പറയും ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള പരിപാടിയുള്ള ചിലരൊക്കെ അങ്ങനെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല. അങ്ങനെയുള്ള എവിടെയെങ്കിലും നിങ്ങളുടെ അറിവിലൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങളത് ഞങ്ങളുടെ ചാനലിൽ അറിയിച്ചാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യാം. ഒരു കാരണവശാലും അങ്ങനെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുക അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് വമ്പൻ ലാഭം നോക്കി പൂഴ്ത്തു വെക്കുക, അതുകൊണ്ട് മറച്ചു വെക്കുക, അത്തരം പ്രവൃത്തിയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് മനുഷ്യനെ ഒരിക്കലും ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഗൗരവമായ പ്രശ്നങ്ങൾ തന്നെയാണ് സാർ, ഇത് ഗൗരവം തന്നെയാണ്. ഇപ്പോ 4 ദിവസമായി ഞാൻ ഇവിടെ വീട്ടിൽ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരു നമ്പറിലും അടിച്ചിട്ട് യാതൊരു റിപ്ലൈയും ഇല്ല. ഗവൺമെന്റ് ഏതോ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ വിളിച്ചു നോക്കുമ്പോ അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല. പിന്നെ ഇത് ഒരു ഹോട്ടലുകൾ ഒക്കെ അടച്ചു പൂട്ടുക എന്ന് പറയുമ്പോ ആ ഹോട്ടൽ ഉടമക്കോ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരോ ഒക്കെ മാത്രമല്ല ബുദ്ധിമുട്ട്, ഇതിന്റെ പുറകിൽ ധാരാളം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഞാൻ അന്വേഷിച്ചപ്പോ ഒരു ഇത് നടത്തി നോക്കുമ്പോ ചൈനയൊക്കെ ഈ യുദ്ധം വരുന്നുണ്ട് എന്ന് കണ്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവര് ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ തുറന്നു വെച്ചു. ഇവിടെ ബാലകൃഷ്ണൻ വടകര ഇപ്പോഴും ബീഫ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരു പിന്നെ ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. മോഡി ഇടപെട്ടിട്ട് എന്ത് കാര്യം? ഒരു കാര്യവും നടക്കൂല. ഇവർ ഇപ്പോഴും ബീഫിന്റെ പിന്നാലെയാണ്. ജനങ്ങളുടെ കഷ്ടപ്പാട് അറിയുന്നില്ല. ഇത്തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാൾ പറയുന്നു മുനിമാരൊക്കെ ഭക്ഷണം പാകം ചെയ്തത് വിറകിലും അടുപ്പിലുമാണെന്ന്. അന്ന് ഈ ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ നാട്ടില് ടെലിഫോൺ വന്നിട്ട് എത്ര കാലമായി? മുനിമാര് ടെലിഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഈ ടെലിഫോൺ ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അതും നടക്കുന്നില്ല. ഈ ഹോട്ടലുകൾ പൂട്ടുമ്പോ ഇതിന്റെ പുറകിലുള്ള കുടുംബങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു അത്യാവശ്യപ്പെട്ട കാര്യമാണത്. എത്രങ്ങാനും കുടുംബങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. വീടുകളിൽ എന്തെങ്കിലും വിറക് ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ എഴുതി കാണിച്ചു വിറകിന് വില കൂടി. സംഭവം ശരിയാണ്. ഇന്നലെ പോയപ്പോ വിറകിന് വില കൂടുതലാണ് ആദ്യത്തേനേക്കാളും. ഇപ്പൊ നിങ്ങൾ കുറച്ച് മുന്നേ എഴുതി കാണിച്ചത് വിറകിന് വില കൂടുന്നു. സംഭവം ശരിയാണ്. മിഞ്ഞാന്നുണ്ടായ സംഭവമാണ് ഞാൻ അന്വേഷിച്ചപ്പോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഇപ്പോ ഒരു ന്യൂസ് കണ്ട് ശരിയാണോ ഇല്ലെന്ന് നിങ്ങൾക്കാണ് അറിയാം, എനിക്കറിയില്ല. ഹോർമസ് കടലൊഴുക്കുന്ന ഇന്ത്യന്റെ ഇത് LPG ആയിട്ട് ഒരു കപ്പലിന് പോകാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന്. അതെന്തോന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ജനങ്ങൾ സാധാരണ പാവപ്പെട്ടവൻ ഇപ്പതാ 25 ദിവസം ഉള്ളത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് 45 ദിവസം ആക്കിയിരിക്കുകയാണ്. ഈ ഗ്യാസ് അടുപ്പും ഗ്യാസും ഒക്കെ വന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ഇതിലേക്ക് മാറിയത്. അല്ലെങ്കിൽ മുനിമാര് ഭക്ഷണം പാകം ചെയ്ത പോലെ തന്നെ അല്ലായിരുന്നോ? അതുകൊണ്ട് ഇപ്പോഴും ബീഫിന്റെ പിന്നാലെ പോകാതെ ഭരണകർത്താക്കൾ, ശക്തിയായിട്ടുള്ള ഭരണകർത്താക്കളുടെ ഇന്ദിരാഗാന്ധി പണ്ട് ചെയ്തത്. ശ്രീ രാജനാണ് പയ്യോളിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജൻ, ഈ യുദ്ധം അവിടെയാണ് നടക്കുന്നത്. പക്ഷേ അതിന്റെ കെടുതികൾ നമ്മുടെ രാജ്യത്തേക്ക് നേരിട്ട് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടേ? ഹലോ സാറേ, പറഞ്ഞു. ഈ ഗ്യാസിന്റെ വില ഇപ്പം കൂട്ടിയിട്ട് 10 ദിവസമായി 60 റുപ്യ. അല്ലെ, ഗ്യാസിന്റെ വിലയെ കുറിച്ചല്ല ശ്രീ. അല്ല സാറേ, ഈ 60 റുപ്യ കൂട്ടുന്നതിന് മുന്നേ ഓൺലൈനായിട്ട് എന്റെ മകൻ പൈസ അയച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് ഗ്യാസ് എനിക്ക് കിട്ടിയില്ല. ഓൺലൈനായിട്ട് പിന്നെ ഗ്യാസിന്റെ വില രാജൻ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഗ്യാസിന്റെ ക്ഷാമം എന്തായാലും
വ്യാപകമായി അങ്ങനെ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ അതിനു മുമ്പ് അങ്ങനെ കിട്ടിയിരുന്ന ആ രീതിയിൽ തന്നെ കിട്ടിയിരുന്നതാണ്. അങ്ങനെ ഗ്യാസിന് അങ്ങനെ ഒരു മുൻകാല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പോലുള്ള പ്രയാസങ്ങളൊന്നും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. 12 ദിവസം ഗ്യാസിന് വില കൂടുന്നതിന് മുന്നെയാണ് ഞാൻ പൈസ അടച്ചത്. അതല്ല വിഷയം. എനിക്ക് അതിന്റെ സാങ്കേതികതയെ കുറിച്ച് എനിക്ക് അറിയില്ല ശ്രീരാജൻ. ഞാൻ അറിയാത്തൊരു പിന്നെ വിഷയത്തിൽ രണ്ടാമത് സാറേ, ഈ ഗ്യാസിന്റെ ഇതെല്ലാം പൂഴ്ത്തി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഒരു മറ്റൊരുത്തിന്റെ ജീവിതം മുടക്കാനുള്ള വകുപ്പുകളല്ലേ? അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണ്ടേ? ഗ്യാസ് എവിടെയുണ്ട് അത് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംവിധാനം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശ്രീരാജൻ. LPG സിലിണ്ടറുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഈ എണ്ണ കമ്പനികൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. അത് അവർ ക്രമാനുഗതമായി ഗ്യാസ് കിട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടി. ശരി, ഓക്കെ. ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ എന്തിനാണ് നമ്മുടെ രാജ്യം ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ച ആളുകളൊക്കെ ഇപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് ഈ യുദ്ധം എത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം മനു. നിങ്ങൾ ആദ്യം ഈ ചർച്ചയ്ക്ക് വിഷയം എടുത്തപ്പോൾ കുറെ പേര് മനു പറഞ്ഞത് കണക്ക് തന്നെ ചോദിച്ചായിരുന്നു. അങ്ങ് ഇറാനിലല്ലേ യുദ്ധം നടക്കുന്നത്, ഇവിടെ എന്താ നമ്മൾ അതിന് ചർച്ച വെക്കുന്നത്, എന്താ ചർച്ച? അവർക്കെല്ലാം ഉള്ള ഒരു മറുപടി, ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും എവിടെ പ്രശ്നം നടന്നാലും നമ്മളെ രാജ്യത്തെയും ബാധിക്കും എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു മാധ്യമമാകുമ്പോൾ എല്ലാ വിഷയത്തിലും ഇടപെടും. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മൾ ഈ ഗ്യാസിന് ബുദ്ധിമുട്ടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു ബദൽ സംവിധാനം ഒരുക്കാനോ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇത് സംസ്ഥാനങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിന് അവർക്കൊരു മറുപടിയില്ല. അതിന്റെ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് വൻ പരാജയമാണ്. കാരണം 12 ദിവസം അല്ലെങ്കിൽ 13 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട്, പക്ഷേ 13 ദിവസമായപ്പോൾ തന്നെ നമ്മളെ നാട് പട്ടിണിയിലായി. ഇപ്പൊ ഞാൻ വ്യാപാരി വർക്കിംഗ് പ്രസിഡന്റാ. എന്നോടത്ത് ഇപ്പോൾ ഒരു 25 സുഹൃത്തുക്കളെങ്കിലും ഗ്യാസ് കിട്ടുമോ, കണ്ണൂരായാലും കാസർഗോഡായാലും കിട്ടുമോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളും എല്ലാവരും നിസ്സഹായരാ. വ്യാപാരികള്, ഹോട്ടൽ വ്യാപാരം ചെയ്യുന്ന എല്ലാ മേഖല വ്യാപാരികളും ഈ 4-5 ദിവസം കൊണ്ട് തകർന്നു പോയി. സർക്കാർ ഒരു ബദൽ സംവിധാനം ചെയ്യാനോ അല്ലെങ്കിൽ സർക്കാർ ഞങ്ങളെ വ്യാപാരികള് വഴിയിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട് ഞങ്ങളുടെ ഈ മെമ്പർഷിപ്പ്, പക്ഷെ അവരെല്ലാം പട്ടിണിയില്ല. അപ്പൊ സർക്കാർ അടിയന്തരമായി തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഞങ്ങളുടെ ഈ ചെറുകിട കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾക്ക് അടിയന്തരമായി എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിക്കണം. ഞങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ഞങ്ങളുടെ വ്യാപാരി സുഹൃത്തുക്കൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇച്ഛാശക്തി ഇതിനകത്തില്ല. വെറും 10 ദിവസം മാത്രമേ നമ്മളെ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഗവൺമെന്റിന് കപ്പാസിറ്റി ഉണ്ടെന്ന് ലോകം മൊത്തം പറയുന്നു. ആ കപ്പാസിറ്റി അല്ല കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്താവ് രാജ്യമാണ് നമ്മുടെ സംസ്ഥാനം, മാത്രമല്ല രാജ്യവും. നമ്മളെല്ലാവരും പറയുന്നു നമ്മൾ സ്വയം പര്യാപ്തരാണ്, നമ്മൾ സ്വയമേയാണ്. അവിടുന്ന് ഹോർമസ് കടലിൽ നിന്ന് കപ്പൽ കടന്നു വരാതിരുന്നപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുന്നു. എന്നിട്ടും ഇറാന്റെ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹം നോക്കിക്കൊള്ളണം. നമ്മൾ അമേരിക്കയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രധാനമന്ത്രിയും ഇന്ത്യ ഗവൺമെന്റ് സപ്പോർട്ട്. പക്ഷേ ഹോർമോസ് കടലിൽ നിന്നും ആ ഇടുക്കിൽ നിന്നും നമ്മളുടെ 2 ഷിപ്പുകൾ ഇന്നും കടന്നു വരുവാൻ ഇറാൻ പറഞ്ഞു. ഇന്ത്യയുടെ കപ്പലാണെങ്കിൽ കടന്നു പോകട്ടെ, ഞങ്ങൾക്ക് അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളുടെ മുൻഗാമികൾ ഇന്ദിരാഗാന്ധിയും മറ്റുള്ളവരും ഉണ്ടാക്കിയ ഒരു നയതന്ത്ര ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഗവൺമെന്റ് ആ നയതന്ത്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും പറയുവാനുള്ളത്, ലോകത്തെ എല്ലാ യുദ്ധങ്ങളെയും ഇന്ത്യ ശക്തമായി എതിർക്കണം, നമ്മൾ ഇറാനോടൊപ്പം നിൽക്കണം. അതാണ് എനിക്ക് കൃത്യമായി ഇതിനകത്ത് കിരൺ പറയാനുള്ളത്. കിരണിന്റെ മറുപടി ഒന്നും കാണുന്നില്ല. ശരി, ശ്രീ ബിനോയാണ് പ്രതികരിച്ചത്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, യഥാർത്ഥത്തിൽ അതൊരു ചോദ്യമാണ്. അവിടെ ഒരു യുദ്ധം തുടങ്ങി ഇപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഒരു ക്ഷാമത്തിലേക്ക് നമ്മളുടെ നീങ്ങുന്നു. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. രാജ്യത്തിന് അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ അത്ര കാര്യങ്ങൾ ഇല്ല എന്നതുകൂടിയാണ്. പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം തുടർന്നാൽ എന്താവുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമ്മള് ദിവാകരൻ തലശ്ശേരി, ബിനോയ് കൊല്ലം, അഹമ്മദ് ബാബ മലപ്പുറം ഇവരൊക്കെ പറയുന്ന സമയത്ത് കിരൺജി ഒരു വാക്ക് പോലും ഇടപെട്ട് ചോദിക്കാനോ ഇടപെടാനോ അതിനെ പോലും കിരൺജി ഖണ്ഡിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കിരൺജി അതിന് ഖണ്ഡിക്കാൻ പോലും
അത് ഏതൊക്കെ അവസരങ്ങളായിരുന്നു താങ്കൾ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ ഗോപകുമാർ അത് പറഞ്ഞോളൂ. താങ്കൾ ഏത് അവസരത്തിലായിരുന്നു അവർ പറഞ്ഞ തെറ്റായ ഒരു പ്രസ്താവന വന്നു, തെറ്റല്ലേ പ്രകോപനപരമായ ഒരു പ്രസ്താവന വന്നു, അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായെങ്കിൽ ഞാനത് ഖണ്ഡിക്കാമായിരുന്നു. താങ്കൾ അത് ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പോഴും നമുക്ക് തിരുത്താം. ഓക്കെ, അഹമ്മദ് ബാവ മലപ്പുറം പറഞ്ഞ ആള് പറഞ്ഞത് നമ്മളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP ഒരു കാര്യങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. നമ്മളെ തന്ത്രപരമായ കാര്യങ്ങള് ഈ കാര്യങ്ങൾ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു ഇടപാടും. ഞാൻ അതിനിടയ്ക്ക് മറ്റൊരാൾ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇന്ത്യ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇൻട്രോയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഗാർഹിക ഉപഭോക്താക്കൾക്ക് നൽകണം, പ്രത്യേക പരിഗണന നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിലും പറഞ്ഞു, അതിനുശേഷം ഒരാൾ പറഞ്ഞപ്പോഴാണ്, പേര് കൃത്യമായി ഓർക്കുന്നില്ല, പറഞ്ഞപ്പോഴും ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചാണ്. ബാവ മലപ്പുറം, ഞാനത് ഇവിടെ എന്റെ പേന എടുത്ത് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയോ പിണറായി വിജയനോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞാൽ നടത്താൻ കഴിയുമോ, ഇവർക്ക് ആർക്കെങ്കിലും നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നടത്തട്ടെ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആര് ചെയ്താലും നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്താൽ നല്ല കാര്യം ചെയ്തു സമ്മതിക്കാൻ ഇപ്പൊ ഈ പറഞ്ഞ 3 പേരും ഇതുവരെ നമ്മളെ ഈ ഇത് കണ്ടുകൊണ്ടിരുന്ന 3 പ്രേക്ഷകർ പറഞ്ഞത് ഗോപകുമാർ, എന്റെ ഒരു സംശയം, ഈ നല്ല കാര്യം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ അവസരത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നു. ഹോട്ടലുകൾ പൂട്ടിയിരിക്കുന്നു. കേരളത്തിലെ നല്ലൊരു ശതമാനം ഹോട്ടലുകളും ഇപ്പോൾ പൂട്ടുന്നു. അടുത്ത ഹോട്ടലിലൊക്കെ 2-3 ദിവസത്തിൽ പൂട്ടുമെന്ന ആശങ്ക നിൽക്കുന്നു. ഇങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവരെ ഏത് സർക്കാർ ഭരിച്ചാലും ആ സർക്കാരിനെതിരെ പറയും, അത് സ്വാഭാവികമല്ലേ? എന്താണ് കേൾപ്പിക്കാൻ കിരൺജിക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. കിരൺജി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ സംസാരിക്കുന്നത് മുഴുവൻ കിരൺജിയാണ്. താങ്കൾ പറഞ്ഞോളൂ. ഹോർമോസ് കടലെടുക്ക് പൂട്ടിയത് അറിയാവുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഹോർമോസ് കടലെടുക്ക് ആ വഴി കൂടെയാണ് ഇന്ത്യക്ക് വേണ്ട എല്ലാവിധ കപ്പലുകളും വരുന്നത്. ഹോർമോസ് കടലെടുക്ക് വഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കടലെടുക്ക് വഴി തന്നെയാണ് 2 കപ്പലുകൾ ഇപ്പൊ വന്നത്. വന്നോ ഇല്ലേന്ന് അറിയില്ല എന്നാണ് ഇപ്പൊ ലാസ്റ്റ് വിളിച്ച ആള് പറഞ്ഞത്. അല്ല, നേരത്തെ സംസാരിച്ച ബിനോയ് അടക്കം അവിടെ കടലിടുക്കൽ വഴി ഇന്ത്യൻ കപ്പലുകൾ വന്നു എന്നും ഇറാൻ. ഗോപകുമാർ, ഒരു മിനിറ്റ് അല്ല, താങ്കളെ പറയുമ്പോൾ അത് തിരുത്തി പോകേണ്ടതുകൊണ്ടാണ്. ആ കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകൾ കടന്നു വന്ന കാര്യവും ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ത്യ പരസ്യമായി ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇറാന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടാൻ ഇന്ത്യയും ഇറാനുമായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധത്തിന്റെ ഫലമായി അവർ കടത്തിവിടാൻ തയ്യാറായി എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ പിന്നെ ആരും ഇല്ല എന്ന് ഒരു കപ്പലും അങ്ങനെ വന്നില്ലെന്ന് ആരും പറഞ്ഞില്ല, തെറ്റായ കാര്യങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. വന്നു എന്ന് പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് പറഞ്ഞത്. വന്നില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകരുത് എന്നുള്ള അതിനെപ്പറ്റി എനിക്ക് പറയാറില്ല. പിന്നെ നമ്മുടെ ഈ കപ്പലുകൾ വന്നത് കാരണം 2 കപ്പലാണ് വന്നത്. പുഷ്പ എന്ന പേരുള്ള കപ്പലും പരിമള പറഞ്ഞ ഒരു കപ്പലാണ് വന്നിരിക്കുന്നത്. ഈ കപ്പലിൽ മാത്രം നമുക്ക് 35 ദിവസം ഇതിനെ മാറ്റി ഉപയോഗിക്കാൻ ശേഷിയുള്ള അത്രയും ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 10,35,335 മെട്രിക് ടൺ ആണ് വന്നിരിക്കുന്നത് ഈ 2 കപ്പലിൽ കൂടെ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ 36 ദിവസം കൊണ്ട് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ജസ്റ്റിൻ ട്രൂഡോ ആരാണ്? കാനഡൻ പ്രധാനമന്ത്രിയാണ്. ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കിപ്പോ ഗ്യാസ് തരാന്നുള്ളത്. എന്തുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല? നമ്മൾ വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കുന്നതാണോ നല്ലത്? നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതാണോ നല്ലത്? നമുക്ക് 74 ദിവസത്തിന് വേണ്ടിയ എല്ലാ സാധനങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒരു പെട്രോൾ പമ്പ് പോലും ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പൂട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഫസ്റ്റ് എന്ത് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി ഫസ്റ്റ് വീട്ടിലേക്ക് ഗ്യാസ് വേണം പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വർഷങ്ങളോളം കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഒന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ ഗ്യാസ് ഇല്ല. ഈ ഗ്യാസ് ഇല്ലാതെ ഓടുന്നത് കുറെ ആൾക്കാർ 2-3 കുറ്റികൾ ഉണ്ടെങ്കിൽ ആ കുറ്റികൾ മുഴുവൻ ഒന്നിച്ച് ബുക്ക് ചെയ്യാണ്. ഈ പ്രശ്നം വന്ന സമയത്ത് എല്ലാവരും ബുക്ക് ചെയ്യണം, വരിയായിട്ട് ബുക്ക് ചെയ്യാണ്. ഒരു കുറ്റി സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു വീട്ടിലേക്ക് 30 ദിവസം 40 ദിവസം എത്തും. ആ വീട്ടുകാർ മുഴുവൻ ഇല്ലെങ്കിൽ 1 മാസം എത്തും. 3-4 കുറ്റികൾ തുടർന്ന് ബുക്ക് ചെയ്യാണ്. ഈ പ്രശ്നം ശ്രീ ഗോപകുമാർ, എന്തായാലും ഇന്ത്യയിൽ ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്താൽ ദീർഘകാലം കാത്തിരിക്കേണ്ട അവസ്ഥയൊക്കെ ഒഴിവായിട്ട് ഈ അടുത്ത കാലത്തൊന്നുമല്ല, അതൊരു 10-20 വർഷമായി അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല. ഒരു 10-30 വർഷം മുമ്പായിരിക്കും അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ നിന്നൊക്കെ രാജ്യം ആ അവസ്ഥ ഇപ്പോഴല്ല, അത് ഇപ്പോഴേ ഏതെങ്കിലും ഒരു അടുത്ത കാലത്ത് ഇല്ലാതായതല്ല. അതില്ലാതായിട്ട് ഞാൻ അതാ പറഞ്ഞത് 10-20 വർഷത്തിന് മേലായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറയുന്ന ആളുമല്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് 2014 ശേഷമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാനത് ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. പറഞ്ഞു. വിളിച്ചിട്ട് കുറെ കാലമായില്ലേ, പുതിയ സെറ്റപ്പിലൊക്കെ വന്നതിന് ശേഷം വിളിച്ചിട്ടില്ല. അതെന്താണ്? എങ്ങനെയുണ്ട്? താങ്കൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ പഴയ സെറ്റപ്പ് ആയിരുന്നു ഇഷ്ടം?
കൊള്ളാം. അന്ന് ഒന്ന് സുന്ദരിയായിട്ടുണ്ട്. ശരി, ഓക്കെ. കെട്ടിലും ഇടയ്ക്ക് ഒരു മാറ്റമൊക്കെ ഉണ്ട്. നമ്മളൊരു 10 വർഷത്തോളം ഒരേ പാറ്റേണിൽ പോയതാണ്. അല്ല, അതൊരു ചേഞ്ച് എപ്പോഴും നല്ലതല്ലേ. ഞാൻ പിന്നെ കിരണേ, ഞാനെന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ ഇതിലേക്കും ഞാൻ കിടക്കുന്നില്ല. എങ്ങനെയാലും ഈ യുദ്ധം അവസാനിക്കട്ടെ. യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് പോലെ കൂടുതലായതിന്റെ പേരിൽ നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുകൂടാണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു 10-15% നമ്മുടെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ആശങ്ക വേറെ രീതിയിൽ വരുന്നുണ്ട്. എന്റെ ഫാമിലി ഒരുപാട് പിള്ളേർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ കുറെ താവളങ്ങളവിടെ കിടക്കുന്നുണ്ട്, ബഹ്റൈനിലും ഇവിടെ കയറ്റും. അതുവരെ പ്രശ്നമുണ്ട്. ഞാനിത് അടുക്കള പൂട്ടേണ്ടി വരുമോ എന്നുള്ള ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുക്കള ശരിക്കും ഈ അടുക്കള ഇനിയിപ്പോ എന്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ഇപ്പോഴും ഗ്യാസ് ഒരു 2.5 മാസം 3 മാസം ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കാട് ഇങ്ങനെയൊക്കെ വെട്ടിത്തെളിച്ചിട്ടും നമ്മുടെ ഒരു 30-32% വനം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട്. വിറകിനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ വിറക് ഇപ്പോഴും കിട്ടാൻ പോകുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ വീടിന്റെ ഉള്ളിലത്തെ അടുക്കള പോലും ഉപേക്ഷിച്ചു. വീടിന്റെ ഉള്ളിൽ അടുക്കള ഇല്ലപ്പോ. അപ്പൊ ഇതെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ, ഒരു വിരൽ തുമ്പിൽ എല്ലാ കാര്യങ്ങളും നടന്നിരുന്ന ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ബ്ലോക്ക് ആകുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് ഇപ്പോൾ വീടിന്റെ അവസ്ഥ പറയുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസിന്റെ ഇൻഡക്ഷൻ കുക്കറിന്റെ ആവശ്യം വേണം ഉപയോഗിക്കുക. മണ്ണെണ്ണ കിട്ടുന്ന റേഷൻ കടന്ന് കിട്ടുന്ന മണ്ണെണ്ണ ആവശ്യം സ്റ്റോക്ക്. അതിനകത്തൊരു ചെറിയ വിഷയം, ഗ്രാമപ്രദേശങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അതൊക്കെ എന്റെ ഭായി ഞാനത് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിലേക്ക് ഒന്നും വിറക് മുന്നോട്ട് തുടങ്ങാൻ കഴിയില്ല. ഞാനതും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അല്ല, അതാണ് ഫ്ലാറ്റ് മാത്രമല്ല, ഈ നഗരപ്രദേശങ്ങളിലെ പല വീടുകളിലും ഒന്നും വിറകടുപ്പുകളെ ഇല്ല, വിറക് കിട്ടാൻ വഴിയില്ല, അങ്ങനെ വിറക് വെച്ച് കത്തിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഇൻഡക്ഷൻ കുക്കറിലേക്ക് കറണ്ട് ചാർജിന്റെ അവസ്ഥ ഇപ്പോഴറിയാമല്ലോ, അത് എത്രയോ കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇൻഡക്ഷൻ കുക്കറിലേക്ക് പോവുക, ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ വെച്ച് ചെയ്യണമെന്നുള്ള പരിമിതി ഒരുപാട് വലുതല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അറിയാവുന്ന എനിക്ക് വേണ്ട 2-3 ഹോട്ടലുകൾ ഇപ്പോഴും എന്റെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരൊരു 10-30-35 വർഷത്തോളമായിട്ട് ഈ ഗ്യാസും സെയിം ആയിട്ട് വിറകും രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം വെച്ചാൽ അതെന്താ വെച്ചാൽ അങ്ങനെയാണ് അവസ്ഥ. നമ്മൾ പെട്ടെന്ന് കിട്ടാവുന്ന സൗകര്യത്തിൽ കൂടെ നീങ്ങി പോയിട്ട് പെട്ടെന്ന് ഇല്ലാതായി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു തത്വശാസ്ത്രം പറയട്ടെ തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ ബി പ്ലാൻ സി നമ്മൾ കണ്ടെത്തണം. നമ്മളൊരു സൗകര്യത്തിലൂടെ നീങ്ങി പോകുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇനിയെങ്കിൽ അങ്ങനെ ശ്രമം നടത്തി ഒരു പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ എപ്പോഴും കാണേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്ഷാമം നമുക്ക് ഉണ്ടാകുമെന്നോ നമുക്ക് ഗ്യാസ് ഇല്ലാതാകുമെന്നോ അല്ല പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ബാഗ് നമ്മുടെ കയ്യിലല്ലല്ലോ. ശരിയാണ്, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ സ്വാഭാവികമായും ആളുകൾ നഗരത്തിലായാലും ഒരു വീട് വെക്കുമ്പോൾ അത്തരം സൗകര്യങ്ങൾ കൂടി വേണമെങ്കിൽ അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ശരി, ശ്രീ രാജനാണ്, ഗുജറാത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജൻ, ഈ അവിടുത്തെ താങ്കൾ കൊല്ലത്തുനിന്ന് ഗുജറാത്തിലെത്തിയോ? രാജന്റെ ടെലിഫോൺ ഒന്ന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗാർഹിക ഉപഭോക്താക്കളെ അങ്ങനെ ബാധിച്ചിട്ടില്ല, ചില നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ വാണിജ്യ മേഖലയിൽ അങ്ങനെയല്ല, ഹോട്ടലുകൾ പലതും അടച്ചുപൂട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. ഈ യുദ്ധം ഇങ്ങനെ അനന്തമായി തുടരുന്നത് നമ്മുടെ അടക്കം രാജ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമസ്കാരം സാർ. ഇപ്പൊ 15 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഗ്യാസിന് ക്ഷാമം. എന്റെ സഹോദരന് ഞങ്ങളുടെ നാട്ടിലൊരു ഹോട്ടലുണ്ട്. ഹോട്ടൽ അടച്ചിട്ട് 3 ദിവസമായി. 10 തൊഴിലാളികൾക്ക് ഇപ്പൊ പണിയില്ല. അപ്പോൾ ഈ രീതിയിൽ യുദ്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു 15 ദിവസം കൂടെ പോയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതാണ് വിഷയം. പിന്നെ ഞങ്ങളുടെ ഇവിടെയുള്ള ഗ്യാസ് ഏജൻസി ഫോൺ പോലും എടുക്കുന്നില്ല. ഇപ്പൊ വിളിച്ചാൽ എന്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് വിളിച്ചു പറഞ്ഞു, പിന്നെ ഫോൺ പോലും അവരെടുക്കുന്നു. പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യവും കൂടി ഉണ്ട്. അപ്പോൾ അത് താങ്കളുടെ ചാനലിൽ ഒരു റിപ്പോർട്ടാക്കാൻ പറ്റുമോ സാർ? തീർച്ചയായും റിപ്പോർട്ടാക്കാമല്ലോ. നമ്മള് പലയിടത്തും ഈ ഫോണിന്റെ നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നു, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള പരാതിയും. പക്ഷെ ഓൺലൈൻ ബുക്കിങ്ങിന് തടസ്സമുണ്ടോ? തടസ്സമുണ്ട്, എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. അത് ചിലപ്പോൾ എനിക്കറിയില്ല, അത് പരിശോധിക്കാം. നേരത്തെ തന്നെ ഭാരത് ഗ്യാസിന്റെ ഒക്കെ ഓൺലൈൻ ബുക്കിങ്ങിന്റെ വലിയ നമ്മൾ പലതവണ ഇങ്ങനെ ബുക്ക് ചെയ്ത് ഞാനടക്കം ബുക്ക് ചെയ്യേണ്ടി വരുന്നതാണ്. വീട്ടിലെ ഗ്യാസൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തവണ ചെയ്തിട്ടാണ്. ആ സൈറ്റ് തന്നെ ഒരു കൊള്ളാവുന്ന സൈറ്റ് അല്ല. ഇനി അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് വന്നോ എന്ന് എനിക്കറിയില്ല, നോക്കാം. എന്തായാലും അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. ശരി, സന്തോഷമാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്രീ സുദർശനാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ സുദർശനൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ? ഇത് ഞാൻ 20 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഒരാളാണ്. ശരി. അപ്പൊ എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, ഈ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ ബാധിക്കും, പെട്രോൾ ബ്ലോക്ക് ആവും, ഇതെല്ലാം എനിക്കറിയായിരുന്നു. അപ്പൊ ഞാനൊരു ചെറിയ പെര വെച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, കുറ്റിയടുപ്പുണ്ട്, ഇതെല്ലാം ഞാൻ ആ വീടിന്റെ അകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു കുറച്ച് ദിവസം കൂടെ നിന്നാലും നമുക്ക് പ്രശ്നമില്ല. കുറ്റിയടുപ്പുണ്ട്, അറക്കപ്പൊടി എടുത്ത് കുറ്റിയടുപ്പ് കത്തിക്കും. ഞങ്ങൾക്ക് ഒരു ഗ്യാസ് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ 50 ദിവസത്തേക്കുണ്ട്.
ഈ സജ്ജീകരണങ്ങളെല്ലാം സുദർശൻ, ഇതിനകത്തൊരു വിഷയം, നമ്മള് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അല്ല, ഇല്ലാത്തവരുണ്ട് സാറേ. ഉള്ളവർക്ക് ഇവിടെ ഞാൻ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ താമസിക്കുന്നാലും ഒരു അടുക്കളയിൽ അടുപ്പ് വിറകടുപ്പ് കൊണ്ട് രാവിലെ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ നിൽക്കുന്ന സമയമൊക്കെ അറിയാമല്ലോ. അത് എത്രയോ സമയമെടുക്കും. അതിന്റെ ശാരീരിക അധ്വാനം വളരെ വലുതാണ്. അതെല്ലാം ഉണ്ട്. നമ്മളൊരു അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതിലേക്ക് മടങ്ങി പോകാന്ന് പറയുന്നത് പ്രായോഗികമായ ഒന്നല്ലോ. അല്ല, കുറച്ചൊക്കെ നമ്മൾ കരുതി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാവുന്ന കാര്യമല്ല. ഇത് നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളുണ്ടാക്കിയ യുദ്ധമല്ലല്ലോ ഇത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. പക്ഷെ നമ്മളെപ്പോഴും ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, നിങ്ങൾ ഈ ഗ്യാസ് ഉപയോഗിക്കാതെ അടുപ്പ് ഉപയോഗിച്ചൂടെ? ഇപ്പോൾ അത്തരം ഗ്യാസ് അല്ലാതെ മറ്റൊരു സൗകര്യവും വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയാത്ത, അതിനുള്ള സാഹചര്യമില്ലാത്ത അനേകായിരങ്ങൾ നമ്മുടെ നാട്ടിൽ അനേകായിരം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളൊക്കെ പെട്ടെന്നൊരു ദിവസം ഗ്യാസ് ഇല്ലാതായാൽ പുറത്തുനിന്ന് ഹോട്ടലുകൾ കൂടി അടച്ചുപോയാൽ അവർ പെട്ടുപോകും എന്നുള്ളതല്ലാതെ അവർക്ക് വിറകടുപ്പ് വെക്കാനുള്ള സൗകര്യം ഉള്ളവർക്കാണെങ്കിൽ അതെല്ലാം ചെയ്യാൻ കഴിയും. സൗകര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. അല്ലാത്തവർക്ക് അത് കഴിയില്ല എന്നതുകൂടി നമ്മളിത് പറയുമ്പോൾ ഓർത്തിരിക്കണം. നമുക്ക് ചില കമൻറ്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കാം. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ എന്ന് പറയുന്നു. ശിവൻകുട്ടി പറയുന്നു, തെക്ക് ആയാലും വടക്കായാലും ജീവനും ജീവിതവും ഒന്ന് തന്നെ. യുദ്ധം തുടർന്നാൽ നമുക്ക് പ്രശ്നമാണെന്നുള്ളത് ശിവൻകുട്ടി കൂട്ടിക്കായിരുന്നു. ഈ ഇന്ധനക്ഷാമം നമ്മെ കുറേ പിറകിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അടുപ്പ് പുകയുന്ന ഒരു കാലം. ഇന്ന് ഗ്യാസ് ഇല്ലെങ്കിൽ വീട്ടിൽ പാചകം ചെയ്യാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ തന്നെയാണ് ശശിധരൻപിള്ള. അങ്ങനെ പഴയ കാലം അത്ര മഹത്തായ കാലമൊന്നുമല്ല. ആ കാലത്തിൽ നിന്ന് പുരോഗമിച്ചാണ് നമ്മൾ പുതിയ കാലത്തെത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്നു. പണ്ട് ഇതൊന്നും ഇല്ല, ജീവിച്ചില്ല എന്ന് ചോദിച്ചാൽ പണ്ട് ഉടുതുണി എടുക്കാതെ ജീവിച്ച മനുഷ്യരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തുണി വേണ്ട എന്നൊന്നും പറയുന്ന പോലത്തെ കാര്യമേ ഉള്ളൂ. അത് ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. പണ്ടെന്തോ മഹത്തായ കാലമായിരുന്നു. അങ്ങനെ ഒരു മഹത്തായ കാലവും പണ്ടുണ്ടായിരുന്നില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട കാലമാണ് ലോകത്ത് ഏത് രാജ്യത്തും ഓരോ വർഷം കഴിയുന്നതോറും ഉണ്ടാകുന്നത്. യുദ്ധം തുടരുന്നത് നമുക്ക് മാത്രമല്ല, ലോകം മുഴുവൻ പ്രതിസന്ധി ഉണ്ടാക്കും. ബട്ട് നമ്മുടെ നയതന്ത്ര ഗുണം കാരണം ചില കപ്പലുകളെങ്കിലും കടത്തിവിടുന്നത് നമ്മുടെ വിജയമാണ് എന്ന് സുൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ശിവദാസൻ പറയുന്നത് കേട്ടാൽ വാണിജ്യാവശ്യത്തിലുള്ള ഗ്യാസ് സുലഭമായി കിട്ടുന്നു എന്ന് തോന്നുന്നു. ഇതിപ്പോൾ മനഃപൂർവ്വമാണ് ഹോട്ടലുകളും ചായകളും അടച്ചിടുന്നതെന്ന് ചോദിക്കുന്നു. ശശിധരൻപിള്ളയാണ് ചോദിക്കുന്നത്. സുൽകുമാർ ശശിധരൻപിള്ളയും തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെയാണ്, അത് അവിടെ ചർച്ചകളാണ്. കിരൺ സാർ, നമുക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരെയും ശത്രുവാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല എന്ന് സുൽകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ സബീന സുൽഫി പറയുന്നു, ഡെഫിനറ്റ്ലി ഇറാൻ ഇസ്രായേൽ വാർ significantly threatens Indians economy by increasing the current account deficit and elevating inflation എന്ന് പറയുന്നു. അത് ശരിയാണ്. നമ്മളെ നേരിട്ട് തന്നെ ബാധിക്കുന്നതാണ്. നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഈ യുദ്ധം തുടർന്നാൽ സ്വാഭാവികമായി നമ്മുടെ സാമ്പത്തിക മേഖലയെ, ഹോട്ടലുകൾ പൂട്ടാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക മേഖലയെ പിന്നോക്കടിക്കും. ഗൾഫ് മേഖലയിലെ ആളുകളുടെ തൊഴിൽ പ്രതിസന്ധി ഉണ്ടായാൽ അത് നമ്മളെ പിന്നോട്ടടിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുന്നത് തന്നെയാണ്. യുദ്ധം തുടർന്നാൽ ഗ്യാസ് ക്ഷാമം മാത്രമല്ല, എല്ലാ മേഖലയെയും അത് ബാധിക്കും. തൊഴിൽ, സാമ്പത്തിക രംഗം എല്ലാം തകരാറിലാവും. എത്ര ജീവനുകൾ നഷ്ടമാകുമെന്ന് കൈയും കണക്കും ഉണ്ടാവില്ല. നേക്കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. ഹോട്ടലുകൾ പണിയെടുക്കുന്ന ബംഗാളികളും അസാമികളും നാട്ടിൽ പോയി വോട്ട് ചെയ്തു വരട്ടെ എന്ന് മോഹൻ പറയുന്നു. ശ്രീ മോഹൻ, താങ്കൾ ഈ തമാശയൊക്കെ പറയുമ്പോൾ ഈ ബംഗാളികളിൽ നിന്നും ആസാമിൽ നിന്നും അല്ലെങ്കിൽ ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് അവൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ്. ഈ മലയാളികൾ ഈ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നത് അവൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി വരുന്നവരാണ്. അവനൊക്കെ നാട്ടിൽ പോയി വോട്ട് കേട്ട് വരുന്നതെന്ന് പറയുന്ന താങ്കളുടെ ആ ക്രൂര മനോഭാവമുണ്ടല്ലോ, അതൊട്ടും നല്ലതല്ല എന്ന് ശ്രീ മോഹനോട് ചൂണ്ടിക്കാണിക്കുകയാണ്. ലോകത്തിലെ ഏതെങ്കിലും ഭരണാധികാരിയുടെ മനസ്സിലും യുദ്ധം ഉണ്ടാകുമ്പോൾ ആ ചിന്തകളില്ലാതാക്കി യുദ്ധം ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ഓർമ്മപ്പെടുത്താൻ ഇന്ത്യ മുന്നോട്ട് വരണമെന്ന് ഡോക്ടർ എം പി മണി, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡോക്ടർ എം പി മണി ചൂണ്ടിക്കാണിക്കുന്നത്. ജയകുമാർ, ഈ വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് കളിയാക്കിയെന്ന് ന്യൂസ് 18 ഉറക്കമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന്. എന്തായാലും പിന്നെയും കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. പുതിയ ആളുകളുടെ കമൻറ്റ് വായിക്കാം. ശ്രീ VC തോമസ് പറയുന്നു, ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ക്യൂ ആണ്. ഒരു ലോഡ് വന്നാൽ അത് അന്നേ തീരും. ഇതെല്ലാം പ്രദേശങ്ങളുടെ സ്ഥിതിയാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേയേറെ കമൻറ്റുകളുണ്ട്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. കിള്ളിപ്പാലത്ത് നിന്നും മഹിയാണ് വിളിക്കുന്നത്. ശ്രീ മഹി, എന്താണ് താങ്കൾക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ കുറിച്ച് പറയാനുള്ളത്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഇവിടെ നമുക്ക് പറ്റി 2 ദിവസത്തെ ഗ്യാസ് ഇവിടെ ഉള്ളു. അത് മറ്റന്നായിട്ട് ഗ്യാസ് കാണൂല. തൊട്ടടുത്തുള്ള കടയിൽ പോയി ഒന്ന് വായിക്കാനേ ഇല്ല. ഈ നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്ത് വെച്ചേ വേറെ രാജ്യത്ത് ഇത്രയും ഇല്ല. ഇന്ത്യക്ക് എത്താൻ ഇത്രയും കഷ്ടപ്പാട്. നമുക്ക് കുറച്ചെങ്കിലും സുഖമുണ്ടെന്ന് തോന്നണേ. അത് തമിഴ്നാടിന് ഭയങ്കര പ്രശ്നമായിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ രാജ്യം
താരതമ്യേന ലോകത്തെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ മെച്ചപ്പെട്ട എവിടെ രാജ്യമാണ്. പറയണം എവിടെ പറയണം എന്തിനു പറഞ്ഞു സാർ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യ ഇല്ല ഇങ്ങനെ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യും? ശരി മഹി, എന്തായാലും അങ്ങനെയല്ല. നമുക്ക് നോക്കാം, പക്ഷേ ലോകത്തെ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യം ഇപ്പോഴും മെച്ചപ്പെട്ട രാജ്യം തന്നെയാണ്. അത് അങ്ങനെ ഒരു മോശപ്പെട്ട രാജ്യമല്ല. അങ്ങനെയല്ല മാലിന്യം പോയി നോക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ സാഹചര്യം തുടർന്നാൽ അത് നേരിട്ട് ഇന്ത്യ അടക്കം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണല്ലോ, എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ക്രൂഡ് ഓയിൽ ലഭ്യത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകെയുള്ള ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 40% മാത്രമേ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ബാക്കി 60% നമ്മൾ ആശ്രയിക്കുന്ന വിദേശ രാജ്യങ്ങളെയാണ്. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഇറക്കുമതി കുറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായി നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെ ബാധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്ക് തൽക്കാലം ഗ്യാസിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇനിയും അത് പെട്രോൾ, ഡീസൽ തുടങ്ങിയ എല്ലാവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാതിരിക്കുന്നതേ ഉള്ളൂ. ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് 200ഓളം പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന പെട്രോളും ഡീസൽ മാത്രം, ഗ്യാസ് മാത്രമല്ല, 200ഓളം ഉൽപ്പന്നങ്ങളാണ് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ലഭ്യത ഏതെല്ലാം വ്യവസായങ്ങളെ ബാധിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കൊച്ചിയിൽ തന്നെ ഇതിനെ ആശ്രയിച്ച് അമ്പലമുകളിൽ ഏതെല്ലാം വ്യവസായങ്ങളുണ്ട് അവിടെ, അതിനെല്ലാം ബാധിക്കും. ഇപ്പൊ നോക്കൂ, ഈ നമ്മുടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ തുറമുഖങ്ങളിൽ വരുന്നത് വെസ്റ്റേൺ സൈഡിലെ മുന്ദ്ര, ബോംബെ, പിന്നെ കൊച്ചി, അപ്പുറത്ത് പോയ മദ്രാസ്, പിന്നെ വിശാഖപട്ടണം, കൽക്കത്ത, ഈ പോർട്ടുകളിലെല്ലാം എല്ലാ ദിവസവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള കപ്പലുകൾ അൺലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതിനുപരിയായിട്ട് നമുക്ക് മംഗലാപുരത്ത് തന്നെ ഒരു ഗ്യാസിന് വേണ്ടി മാത്രമുള്ള ഒരു തുറമുഖമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അത് മംഗലാപുരത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഇൻസ്റ്റാളേഷനിൽ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ മുഴുവനാണ് സപ്ലൈ പോകുന്നത്. ഇത്രയും കപ്പലുകൾ വരാതായി കഴിഞ്ഞാൽ ഇത് ബാധിക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ടാണ് മാറാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ ഈ പ്രധാനമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തില്ലെന്നെങ്കിൽ ഇപ്പൊ നിശബ്ദമായിട്ടിരിക്കുകയാണ്. കൃഷ്ണൻകുട്ടി, ശ്രീ രാജീവാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജീവ്, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് ചില നിയന്ത്രണങ്ങൾ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ക്ഷാമത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യം അങ്ങനെയല്ല. ഹോട്ടലുകൾ പലതും അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഹോട്ടലിന്റെ ഉടമയുടെയോ അവിടുത്തെ തൊഴിലാളികളുടെയോ മാത്രം പ്രശ്നമല്ല. ഈ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ വിലക്കയറ്റം ഉണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്ക എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇതൊക്കെ ഇത് പുറത്തൊക്കെ ആൾക്കാർ അങ്ങ് പറഞ്ഞു അവർക്ക് ഈ രാഷ്ട്രീയമായിട്ട് വിരോധമുള്ളവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് അങ്ങ് പറയും. ഇത് അതിനും വേണ്ടിയുള്ള അതിനും വേണ്ടിയുള്ള കാര്യങ്ങള് ഇത് ഇതിനകത്തില്ല. വീടുകളിലെ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ ഒന്നും ഇന്ന് വരെ ഇവിടെ ഞങ്ങളെ നാട്ടിലൊന്നും ഒരു വിഷയങ്ങളും ഇല്ല. അല്ല, താങ്കളോട് ചോദിച്ചാൽ അങ്ങനെയല്ലേ, ഗാർഹിക സിലിണ്ടറുകളുടെ കാര്യത്തിൽ അങ്ങനെ ചില നിയന്ത്രണത്തിനപ്പുറത്തേക്ക് നമുക്ക് ക്ഷാമം ഉണ്ടായിട്ടില്ല. പക്ഷെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ക്ഷാമം ഉണ്ടാകുകയും ഹോട്ടലുകൾ അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ യാഥാർത്ഥ്യം കണ്ടില്ല എന്ന് പറയുന്നതിന് കാര്യമില്ലല്ലോ. അല്ല, 2 ദിവസം വെച്ച് അതൊക്കെ റെഡി. ഇവര് ചുമ്മാ കുറെ ആൾക്കാർ ചുമ്മാ അതും ഇതും കിടന്നങ്ങ് പറഞ്ഞു ചുമ്മാ അങ്ങ് വരുത്തില്ല. ഈ സാധനം നമ്മളെ ഉള്ളതല്ലല്ലോ, ഇത് വിദേശത്ത് വരുന്ന സാധനം ഇല്ലയോ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടല്ല യുദ്ധം തുടങ്ങിയത് നമ്മൾ പറഞ്ഞിട്ടാണ്. യുദ്ധം ഉണ്ടായി. ഇപ്പം പിന്നെ കൊറോണ വന്നു, നമ്മൾ പിടിച്ചിരുന്നില്ലേ? അതൊക്കെ ചിലപ്പോൾ സാഹചര്യത്തിൽ ചിലതൊക്കെ വന്ന് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകേണ്ടി വരും. അത് ഒരുപാട് നാളൊന്നും ഇപ്പം യഥാർത്ഥത്തിൽ പെട്രോളും ഡീസലും അവർ വിറ്റില്ലെങ്കിൽ അവരുടെ കാര്യം നടക്കണ്ടേ? ഈ ഗൾഫ് കൺട്രിയുടെ കാര്യം നടക്കണ്ടേ? അവർക്ക് വേറെ മണ്ണ് വാരി തിന്നും. അവര് ഇത് കൊടുത്തിട്ടില്ലേ, കാശ് മേടിച്ചിട്ടില്ലേ അവർക്കും കഴിയാനൊക്കൂ. അപ്പൊ ഇത് നീണ്ടു പോകത്തൊന്നുമില്ല. പിന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം വകുപ്പിന്റെ ഒരു മേട ഇപ്പൊ വാർത്താ സമ്മേളനം നടത്തി. യാതൊരുവിധ വിഷയങ്ങളുമില്ല. ഈ ആൾക്കാർ ചുമ്മാ പറഞ്ഞു ഈ കടക്കാരൊക്കെ 3-4 സിലിണ്ടറുകൾ മേടിച്ച് വെക്കുക, അങ്ങനെ കാര്യമൊന്നുമില്ല. രാജീവ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു കടക്കാരൻ അവന്റെ വരുമാന മാർഗമാണ് അവന്റെ ഹോട്ടൽ. ആ ഹോട്ടൽ ഒരു ദിവസം അടച്ചിട്ടാൽ അവനുണ്ടാകുന്ന നഷ്ടം വലുതാണ്. അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷ ഹോട്ടലുകൾ ചെറിയ ഹോട്ടലുകളാണ്. അവർ അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരൊരു ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ വരുമാനം പോവും, അവരുടെ തൊഴിലാളികളുടെ വരുമാനം പോവും, വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ ചിലപ്പോൾ ചീത്തയായി പോകും. അങ്ങനെയൊക്കെ പല നഷ്ടങ്ങളുണ്ട്. അങ്ങനെ അവരാരും ഹോട്ടലുകാരും എന്തായാലും എന്ന് ഒന്ന് കുഴപ്പത്തിലാക്കിയേക്കാം എന്ന് കരുതി ഹോട്ടൽ അടച്ചിട്ട് പോകില്ലല്ലോ. ഞാൻ സാറിനടുത്ത് പറയട്ടെ, പച്ചക്കറിയോ അരിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷാമമില്ല, നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുക. അപ്പൊ നമ്മൾ ഈ സാധനത്തിന് വേറെ രാജ്യത്ത് നിന്ന് മേടിക്കുന്ന സാധനമല്ലേ? ചിലപ്പോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നോണ്ടല്ലേ, അല്ല ഇപ്പം മനഃപൂർവ്വം നമ്മളെ സർക്കാർ നമ്മളെ ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, ഇതെല്ലാം ചെയ്യേണ്ട നമുക്ക് ഉത്തരവാദിത്തമുണ്ട്.
അതല്ല ഇപ്പൊ എന്താ പെട്രോളിയം വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വാർത്താ സമ്മേളനം ഞാൻ ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഫാദർ സാമുവലാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഫാദർ സാമുവൽ, പലപ്പോഴും പലരുടെയും ചോദ്യമാണ്, ലോകത്ത് എവിടെയെങ്കിലും യുദ്ധം വരുന്നതിന് അവിടെയൊക്കെ നിങ്ങൾ കയറി അഭിപ്രായം പറയണോ, നിങ്ങളെന്താണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുണ്ട്. നമ്മുടെ യുദ്ധത്തിൻ്റെ ചർച്ചകളുടെ തുടക്കത്തിലൊക്കെ പലരും ചോദിച്ച കാര്യമാണ് അമേരിക്കയും ഇസ്രയേലോ അല്ലെങ്കിൽ ഇറാനും തമ്മിൽ അടിക്കുന്നതിന് നിങ്ങൾക്കെന്താ എന്നുള്ള ചോദ്യം. പക്ഷേ അതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കൂടിയല്ലേ? ഗുഡ് ഈവനിങ്. 3-4 ദിവസത്തിന് ശേഷം ഇപ്പം കിട്ടിയത്, അത് സന്തോഷം. കിട്ടാറിയില്ല. പിന്നെ നമ്മുടെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജാ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയെങ്കിലും യുദ്ധം ഉണ്ടായാൽ അത് ബാക്കിയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന യാതൊരു സംശയമില്ല. അങ്ങനെ ഇപ്പൊ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസിന്റെ പ്രശ്നം. ഇനി എന്തൊക്കെ പ്രശ്നം ഭാവിയിൽ വരും നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ ഈ യുദ്ധം കഴിയുന്നത് അവസാനിക്കണം, അതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതിന് ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഗാർഹികത്തിന് ഗ്യാസിന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഹോട്ടലുകൾക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അതുപ്രകാരം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉണർന്ന് പ്രവർത്തിക്കണം. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും അമിതമായിട്ടുള്ള സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അതിന് നടപടി സ്വീകരിക്കണം. എല്ലാവർക്കും ഗ്യാസ് കിട്ടാനുള്ള ഒരു സംവിധാനം കേരള സംസ്ഥാനവും അതേ പ്രകാരം തന്നെ കേന്ദ്ര സംസ്ഥാനവും സ്വീകരിച്ചാൽ വളരെ നന്നായിരിക്കും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനിയൻകുട്ടനാണ്, പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയൻകുട്ടൻ, താങ്കളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഈ ഹോട്ടലുകളിലൊക്കെ അടയ്ക്കുന്ന അവസ്ഥ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരം. ഇനി നമ്മുടെ നാട്ടിലെല്ലാം മൊത്തം അടച്ചിട്ടേക്കുമല്ലേ. ഇന്ന് ഡൽഹിയിലൊക്കെ കണ്ടില്ലേ, മൊത്തം അടച്ചു കൂട്ടി പോവല്ലേ. സാറേ എനിക്ക് ഞങ്ങളെ കോൺഗ്രസ്സുകാരനെ ഞങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി സമയം തരിക, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാർക്ക് സമയം തരില്ല എന്ന് എന്തെങ്കിലും വ്യവസ്ഥ നമുക്കറിയാതെ ഞങ്ങൾ പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. അല്ലല്ല അങ്ങനല്ല, ഞാൻ നേരത്തെ പറയണമെന്ന് ഓർത്ത് ഇപ്പൊ ഞാൻ അങ്ങ് പറയാതെ. ഈ BJP-ക്കാർക്കേറിയും കമ്മ്യൂണിസ്റ്റുകാർക്കേറിയും ഒരു പരാതി വരുമ്പോൾ കോൺഗ്രസ്സുകാർ വിളിച്ചു കഴിഞ്ഞാൽ എളുപ്പം പറയണം, ഉണ്ട നിർത്തിക്കോണമെന്ന് പറയും. ഒരു ശകലം സമയം തന്നാൽ മതി. ഞങ്ങൾക്ക് അത്രയും അവർക്ക് കൊടുക്കത്ത സമയമൊന്നും വേണ്ട സാറേ. അത് ഞാൻ പറയാനും ക്ഷമിക്കുക, സോറി. എന്നാൽ ഞാൻ കാര്യമായിട്ട് വരാം. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഈ അവസ്ഥ, ഇപ്പം കൂടുതലൊന്നും ഞാൻ സമയം ഒത്തിരി പോകുന്നില്ല. ഇന്ന് ഈ യുദ്ധം ഉണ്ടായിട്ട് നമ്മൾ ഇത്രയും ദാരിദ്ര്യം കിടന്ന് നമ്മുടെ ഹോട്ടലുകളും എല്ലാ മേഖലയും അടച്ചു പൂട്ടുമ്പോഴും ഇന്ന് ഈ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കാണുന്ന ആ ശത്രുപരമായിട്ടുള്ള രാഷ്ട്രമുണ്ടല്ലോ ഇറാൻ, ഇന്ന് 2 കപ്പലാണ് ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. ഈ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെ ഈ റമ്പും ഇസ്രായേലിൽ നിന്ന് നമുക്കൊരു കടുകുമണി പോലും ഇങ്ങോട്ട് അയച്ചു തരാൻ നോക്കിയല്ല. എന്നിട്ട് പോലും അവർ നമ്മളെ സഹായിച്ചു. എന്നിട്ടും ഇവന്മാർ കുറ്റം പറഞ്ഞ ആരെയാ? രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും ഇവന്മാർ കുറ്റം പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്ന ഇവന്മാരാണ്ടും തിരിഞ്ഞുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിനെതിരെ ആയിരിക്കും ഇവന്മാരും ബോംബ് എറിയാൻ പോകുന്നത്. അന്നേരം ഈ മോദിയും ഈ BJP സർക്കാരും ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി രാമത്തുവാന്ന് പറയരുത് കേട്ടോ. BJP-ക്കാരെ വിവരമില്ലാത്ത BJP-ക്കാരന്മാരെ. താങ്ക് യു. ശരി, താങ്കൾ വിശദമായി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും പാർട്ടിക്കാർക്ക് സമയം കുറച്ച് കൊടുക്കുകയോ സമയം കൂട്ടിക്കൊടുക്കുകയോ ചെയ്യല്ല. എല്ലാ പാർട്ടിക്കാർക്കും അവരുടെ പാർട്ടിക്കെതിരെ നമ്മൾ സംസാരിക്കുമെന്നുള്ള പരാതിയുണ്ട്. അതൊരു പോസിറ്റീവായ ലക്ഷണമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? അല്ല, നമ്മള് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അവര് കഴിവിന്റെ പരമാവധി അവരെ ശ്രമിക്കുന്നുണ്ട്. അവര് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗവൺമെന്റാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ്. അപ്പൊ അവർക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഇന്നിപ്പോ എന്റെ നാട്ടിൽ ആലക്കോട് ഡിപ്പോയിൽ ഇന്നലെ ബുക്ക് ചെയ്ത ഒരാൾക്ക് ഇന്ന് ഉച്ചക്കൊക്കെ കേസ് കിട്ടിയിട്ടുണ്ട്. വീടുകളിൽ സാധനം വന്നിട്ടില്ല. പിന്നെ ഹോട്ടലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ അവസ്ഥ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വരുമാനം പഠിക്കും. ഇപ്പൊ നമ്മള് ഈ മില്ലിൽ നല്ല ഈർച്ചപ്പൊടി കൊണ്ടുവരണം. ഓരോ ഹോട്ടലിൽ ഒരു 3-4 ഈർച്ചപ്പൊടി അടുപ്പ് സംഘടിപ്പിക്കും. ഒരു 4, 5, 6 അടുപ്പ് സംഘടിപ്പിച്ചോ ഇഷ്ടംപോലെ ഈർച്ചപ്പൊടി വെച്ചാറുണ്ട്. പിന്നെ ഈ ചെലവൊന്നും ഇല്ലാലും നന്നായി കുറച്ച് ദിവസം അല്ല, നമുക്ക് സാഹചര്യം മോശമാകുമ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗവും സ്വീകരിക്കണം. ഇഷ്ടംപോലെ പറങ്ങൾ നാട്ടുമ്പുറത്ത് കിട്ടാറുണ്ട്, അതൊക്കെ ഉപയോഗിക്കണമെന്നേ. ഇപ്പൊ നമ്മളാരും ഇപ്പൊ നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ച പരിപാടിയൊന്നുമല്ലല്ലോ. ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇനി യുദ്ധങ്ങൾ ഉണ്ടാവും. പിന്നെ അപ്പഴായിരിക്കും ചിലപ്പോൾ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ വരും. നമ്മൾ എല്ലാം തരണം ചെയ്യാൻ വേണ്ടി ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും കൂടി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് പിന്നിൽ അടിയുറച്ച് നിൽക്കുക. എല്ലാവരും കൂടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. മോദി നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി. വേറെ നമുക്കൊന്നും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ദാസൻ, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇത്തരം യുദ്ധം നമ്മുടെ രാജ്യത്തെ കൂടി നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്? ഇനിയെങ്കിലും ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാവേണ്ടേ? കിരൺ സാർ, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആരംഭത്തിൽ നമ്മളെ പൊതുവേദിയിൽ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയ സമയം മുതൽ നമ്മൾ പറയാറുണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോക്കി നിൽക്കാതെ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അതിപ്പം വളരെ ബുദ്ധിമുട്ടിലേക്ക് വന്നു കഴിഞ്ഞു സാർ. ഇപ്പം നഗരത്തിൽ പാചകം ചെയ്ത് ആഹാരം കിട്ടാനായിട്ട് കിലോമീറ്ററോളം നടക്കുന്ന അവസ്ഥയാണ്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഞാൻ പാങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ വഴുതക്കാട് മുതൽ പാങ്ങോട് വരെ നടന്നിട്ട് പാങ്ങോട്ട് പട്ടാളക്കാരുടെ ക്യാൻറ്റീനിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ രീതിയിലേക്ക് പാചകം ചെയ്ത ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നാളെ എന്താണെന്ന് വെച്ചാൽ പെട്രോളും ഡീസലും കിട്ടാത്ത ഒരു അവസ്ഥ ഇതും കൂടെ കണ്ടതിന് ശേഷമേ ആരെങ്കിലും ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥ വഹിക്കാൻ പറ്റുമോ സാർ? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് പോണം എന്ന് നമ്മൾ ആ പൊതുവേദിയിൽ ഈ ചർച്ച തുടങ്ങിയ സമയം മുതൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് സാർ. ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാ രാജ്യക്കാരും ഈ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എന്നുള്ള രീതി യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധി മാറുള്ളൂ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയകുമാറാണ്, പട്ടാമ്പിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? മോദി ഇപ്പൊ എല്ലാ സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കാരണം അമേരിക്കയായിട്ട് നല്ല ബന്ധമൊക്കെ സ്ഥാപിച്ചു. അമേരിക്ക അടുത്ത സുഹൃത്താണ്. എന്നിട്ട് ഈ അമേരിക്ക പോയി പെട്ടെന്ന് കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഒന്ന് അയച്ച് കപ്പലുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ഇറാന്റെ പിന്നെ കടലെടുക്ക് ഹോർമുസ് കടലെടുക്ക് ആ ഭാഗത്ത് കൂടെ പോകാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ കുറെ കാര്യം. അപ്പൊ നമ്മുടെ ശത്രുതാപരമായിട്ടുള്ള ഈ മോദി നയം അല്ലെങ്കിൽ BJP നയം ഏറ്റവും അപകടകരമാണ്. ഇതൊക്കെ അധികം വൈകാതെ മാറി വരും ചെയ്യും. ഈ ഭരണം അധികം കാലം ഉണ്ടാവില്ല. ശരി, ഓരോ കാര്യം പറയാണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നമുണ്ട്. അനിൽകുമാറാണ്, തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ശ്രീ അനിൽകുമാർ, താങ്കളിലേക്ക് പോകും മുമ്പ് വളരെ വേഗത്തിൽ ചില കമൻറ്റുകൾ കൂടി ഒന്ന് ഓടിച്ച് വായിക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് കമൻറ്റുകൾ നേരത്തെ വായിച്ചിരുന്നു. അലൻ ജോയ് പറയുന്നു, ഗ്യാസ് ഓൺലൈൻ ബുക്ക് ചെയ്താൽ മെസ്സേജ് വരാറില്ല, ബുക്കിംഗ് നമ്പർ കിട്ടാറില്ല. നേരിട്ട് 3 മണിക്കൂർ മെനക്കെട്ട് വിളിച്ചപ്പോൾ ഗ്യാസ് എടുത്തിട്ട് 45 ദിവസമായെങ്കിൽ ബുക്കിംഗ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം സമാനമായ പരാതികൾ ഒക്കെ പലരും ഉന്നയിച്ചിട്ടുണ്ട്. ഗ്യാസ് ബുക്ക് ചെയ്യാൻ നേരത്തെ തന്നെ മിക്കവാറും ഗ്യാസിൻ്റെ കണക്ഷനുകൾ പലപ്പോഴും ഈ സൈറ്റിൽ വഴി ബുക്ക് ചെയ്യുന്നതിന് പ്രയാസങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ്. ഇതൊന്നും ഈ പറയുന്ന ഗ്യാസ് ക്ഷാമമൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ തന്നെയുണ്ട്. അതുപോലെ മറ്റു ചില കമ്പനികളുണ്ട്. ഏതിലും രാഷ്ട്രീയം കാണുന്ന പ്രബുദ്ധ കേരളം ഏത് രാഷ്ട്രീയവൽക്കരിക്കാതെ സഹകരിക്കുകയാണ് വേണ്ടത്. യുദ്ധത്തിൽ ഇന്ത്യക്ക് ഇടപെടാൻ പരിധിയുണ്ട്, നമ്മുടെ രാഷ്ട്രം ഇടപെടുന്നുണ്ട് എന്ന് വിശ്വസിക്കാമെന്ന് നന്ദകുമാർ പി പറയുന്നു. അനീഷ പറയുന്നു, യുദ്ധം തുടർന്നാൽ ഗൾഫ് ആശ്രയിക്കുന്ന ഫാമിലികൾ ചിലപ്പോൾ അടുക്കള പൂട്ടേണ്ടി വരും, അല്ലാതെ ഗ്യാസ് ഇല്ല എന്ന് വിചാരിച്ച് പൂട്ടേണ്ടി വരില്ല, മേ ബി ഫ്ലാറ്റ് ഒഴികെ എന്ന് പറയുന്നു. അങ്ങനെയല്ല, ഗ്യാസ് അടുക്കള പൂട്ടേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു അടുക്കള പൂട്ടുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് അതിനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ആളുകൾ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ മറുവഴിയും ഗതികെട്ടാൽ നമ്മൾ കോവിഡ് കാലമൊക്കെ നമ്മൾ അതിജീവിച്ചില്ലേ. അപ്പോൾ അങ്ങനെയല്ല, പ്രയാസം ഉണ്ടാകുന്നതിനെ ഒരു ആലങ്കാരികമായി പറയുന്നതാണ് അടുക്കള പൂട്ടുക, അല്ലാതെ അടുക്കള നാളെ മുതൽ പൂട്ടിയിടും എന്നുള്ളതല്ല. അപകടം വരുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഇങ്ങനെ ഒരു സാഹചര്യം ഗ്യാസിന് വരും, പകരം വിറക് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാണ്. സുൽകുമാർ, അങ്ങനെ വിറക് ഉപയോഗിച്ചൊന്നും എല്ലായിടത്തും ഒന്നും നമുക്ക് നിർത്താൻ അതിനുവേണ്ടി വിറകില്ല. വിറക് സൃഷ്ടിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ പ്രശ്നങ്ങൾ വരെ അതൊക്കെ എത്രയോ വലുതാണ് എന്നതുകൂടി ആലോചിക്കണം. യെസ്, ഇന്ത്യ ഈസ് ദി 3rd ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ക്രൂഡ് ഓയിൽ ഇൻ ദ വേൾഡ് ആൻഡ് റിയലി ഹെവിലി ഇൻ ഇമ്പോർട്ട്സ് മോർ ദാൻ 85% ഓഫ് ഇറ്റ്സ് നീഡ്സ് എന്ന് സബീന സുൽഫി ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ കുറേയേറെ തർക്കങ്ങളുമൊക്കെ ഇതിനകത്ത് പോകുന്നുണ്ട്. ഞാൻ വേഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില കമൻറ്റുകൾ നോക്കിയാണ് വായിക്കുന്നത്. നമുക്ക് വീണ്ടും അനിൽകുമാർ തൃപ്പൂണിത്തുറ. അനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത്തരമൊരു യുദ്ധം നമ്മുടെ രാജ്യത്തെ കൂടി നേരിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടേ? ഇത് യുദ്ധത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലുപരി ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്നുള്ള ചർച്ചകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. സാധാരണയായി ഹോട്ടലുകൾ മാത്രമല്ല, പല ഇൻഡസ്ട്രികൾ, ബിൽഡിംഗ് ഇൻഡസ്ട്രി, ടൈൽ ഇൻഡസ്ട്രി, ഈവൻ പ്രിന്റിംഗ് പ്രസ് വരെ പലതും LPG കൊണ്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തടസ്സപ്പെടുന്നത് മൂലം അവിടെയുള്ള എംപ്ലോയേഴ്സിന്റെ സാലറി വരെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ തന്നെ മാറിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം അടുക്കളയ്ക്ക് ഉപരി ബാക്കിയുള്ള എല്ലാ മേഖലകളും താറുമാറാകാനുള്ള എല്ലാ സാധ്യതകളും ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിനുപരി എല്ലാവരും ചേർന്ന് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെങ്കിൽ അതായിരിക്കും പൊതുജനത്തിന് നല്ലത്. ഗ്യാസിന്റെ മാത്രമോ അടുക്കളയുടെ മാത്രം പ്രശ്നമല്ല, പൊതുജീവിതത്തെ തന്നെ ഇത് ബാധിക്കുന്നത്. കൂടുതലൊന്നും രാഷ്ട്രീയമായിട്ട് പറയാൻ ഞാൻ ആളല്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്,
യുദ്ധത്തിന് വല്ലയിടത്തും നടക്കുന്ന ഒരു കാര്യം നമ്മളതിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള അവസ്ഥ മാറി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ആ യുദ്ധത്തിൻ്റെ കെടുതികൾ. എന്താണ് പറയാനുള്ളത്? കിരൺ, രണ്ടു ദിവസം ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയുകയാണ്. നമ്മുടെ പൊതുവേദി ഉണ്ടല്ലോ, അതിന്റെ പശ്ചാത്തലം അടിപൊളിയായിട്ടുണ്ട്. ഇത് മുമ്പേ ഞാൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കാരണം എപ്പോഴും ഞാൻ ഈ യൂട്യൂബിൽ എന്റെ വോയിസും നമ്മളുള്ള ചർച്ചയും ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ എടുത്തയക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേ ഇത് കാണുന്ന ആളുകൾക്കൊരു പ്രയാസം വേണ്ട. അപ്പൊ ഇപ്പം വളരെ നന്നായിട്ടുണ്ടായി. ഓട്ടോറിക്ഷയിലെ അനൗൺസ്മെന്റ്, രണ്ടാൾ സൈക്കിളിൽ വരുന്നവർ അവരുടെ കളികളും ഒക്കെ ആളുകൾക്ക് വളരെ ബോധ്യമാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ചെറിയ മാറ്റമാവട്ടെ, അപ്പോൾ അത്തരത്തിലേക്ക് ഒരു മാറ്റമാവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ പറയുന്നതൊക്കെ സീരിയസ് ആയ വിഷയങ്ങളല്ലേ. അപ്പോൾ സ്ക്രീനിൽ കൂടി അത്രയും സീരിയസ്നെസ് വേണ്ട എന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഏതായാലും വളരെ ഗുഡായിട്ടുണ്ട്, വളരെ നല്ലതായിട്ടുണ്ട്, വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ വിഷയത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഇത് ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ഇത് 2 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ കഴിയുന്ന ഒരു യുദ്ധമൊന്നല്ല ഇത്. ഇത് കളിക്കുന്നത് കളി അറിയുന്നവരുമായിട്ടാണ്, നേരെ കളി അറിയാത്തവരുമായിട്ടുള്ള കളിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ട്രംപ് വിചാരിച്ചതുപോലെ, നെതന്യാഹു വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. അന്ന് ഫസ്റ്റ് തുടക്കത്തിലെ എന്റെ ചർച്ചയിൽ ഞാനത് സൂചിപ്പിച്ചതാണ്. ഇത് പറഞ്ഞതുപോലെ 2 ആഴ്ചയും 3 ആഴ്ചയല്ല. ഇപ്പം എത്ര ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. പരിഹാരം ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകരാജ്യ രാഷ്ട്ര നേതാക്കളൊക്കെ തന്നെ ഇതിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ ഇടങ്ങളിലേക്കും ഈ യുദ്ധം അതിന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുത്തിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ അടുക്കളയിൽ മാത്രമല്ല, ലോകത്തങ്ങോളം ഇങ്ങോളം അതിന്റെ അനുരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരികയാണ്, എല്ലാവർക്കും പ്രയാസം വരികയാണ്. ഈ ഓസ്ലോ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയതൊന്നല്ല. അത് ഡേവിഡ് വിജയാണ് പള്ളൂരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കളുടെ അഭിപ്രായം വളരെ വേഗത്തിൽ ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അയ്യോ, അത് വലിയ ഒരു വിഷയമാണ്, ചുരുക്കി പറയാൻ പറ്റുന്നതല്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ഈ കുക്കിംഗ് ഗ്യാസിന്റെ കാര്യം ആൾക്കാരുടെ പ്രയാസവും മാത്രമേ കേൾക്കുന്നുള്ളൂ. CNG ഉണ്ട്, അതിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വളത്തിന്റെ ഇതിനെ ബാധിക്കും, ഫെർട്ടിലൈസറിനെ. അതൊക്കെ ലോങ് ടേം എഫക്ട്സ് ആണ്. അപ്പൊ കൃഷിയൊന്നും കാര്യത്തിൽ നടക്കുകയില്ല. ഭക്ഷ്യധാന്യങ്ങളുടെ വിലയൊക്കെ കുതിച്ചു വരും. പിന്നെ സിമെന്റ് ഇൻഡസ്ട്രിക്ക് വേണ്ട, നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ മക്കളൊക്കെ ഇതിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് എനിക്ക് പല വിഷയങ്ങളും അറിയാം. പെറ്റ് കോക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ റിഫൈനറീസിന് പോകുന്നതുകൊണ്ട് സിമെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതും അവിടെ ബ്ലോക്ക് ആവും. പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഡൊമസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നമ്മളുടെ നെഗ്ലിജൻസ് ഉണ്ട്, അവസ്ഥയുണ്ട്. കാരണം ചൈനയിലെ മാതിരി തന്നെ ഇവിടെ മിൽമ എന്ന് വേണ്ടി നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഇതിൽ കൗഡങ്ങ് കൊണ്ട് നമുക്ക് ഈ ഗോബർ ഗ്യാസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂൺ എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് സിലിണ്ടർ വഴിയായിട്ടോ കുഴൽ വഴിയായിട്ടോ ഒക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്കിംഗ് ഗ്യാസ് ഇങ്ങനെ അറബികൾ എന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ അയ്യോ അല്ല, എനിക്ക് അറിയാവുന്നതുകൊണ്ടാ പറയുന്നത്. ചൈനയിൽ അവർക്ക് ഇത്രയും വലിയ പ്രശ്നമല്ല, പക്ഷെ അവര് പുറത്ത് പ്രശ്നം ഉണ്ടെന്നേ കാണിക്കുള്ളൂ. സമയം അവസാനിക്കുകയാണ്. എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യക്കാരുടെ പൊതുവായ ആശങ്ക, ഇന്ത്യയുടെ ആകെ ആശങ്കയാണ് പ്രധാനമായും പങ്കുവെക്കുന്നത്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകൾക്ക് അങ്ങനെ ക്ഷാമമില്ല, ചില നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. വാണിജ്യ സിലിണ്ടറുകൾക്കാണ് അത്തരത്തിലേക്കുള്ള ചെറിയ പ്രയാസമുള്ളത്. അങ്ങനെയാണ് ഹോട്ടലുകളൊക്കെ അടയ്ക്കേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും ആവർത്തിച്ചു പറയുന്നു, ചിലരെങ്കിലും മനഃപൂർവ്വം ആശങ്ക വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ചിലരെങ്കിലും പൂഴ്ത്തിവെച്ച് വൻ പണത്തിന് വേണ്ടി അത്തരം കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ കരിഞ്ചന്തക്കാരെ, പൂഴ്ത്തിവെപ്പുകാരെ എവിടെയെങ്കിലും കണ്ടാൽ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നതുകൂടി പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.